കഴിഞ്ഞകാല ജീവിതത്തിൽ ലൈംഗികതയ്ക്ക് മുൻതൂക്കം കൊടുത്ത്, സൗന്ദര്യത്തിന് മുൻതൂക്കം കൊടുത്ത്, പണത്തിന്, ആഡംബരങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് അകന്നുപോയെങ്കിൽ നാഥ തിരുത്തുവാൻ, ക്ഷമ ചോദിക്കുവാൻ, രമ്യപ്പെടുവാൻ ആവശ്യമുള്ള ദൈവാത്മാവിനെ നാഥ ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇപ്പോൾ ചൊരിയണമേ. ഹല്ലേലൂയ. മാതാപിതാക്കൾക്ക് മക്കളെ വളർത്തുന്നതിൽ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ടെന്ന് പറയുന്നൊരു ഭാഗം നമ്മൾ കാണാൻ പോകുകയാണ്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യത്തില് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവസാന നാളിൽ മത്തായി ചേട്ടൻ പത്രോസിന്റെ മുമ്പ് ഇരിക്കുക. മത്തായി ചേട്ടൻ ചോദിച്ചു, പത്രോസ് ചേട്ടാ എന്റെ പേരുണ്ടോ? കാണുന്നില്ല. അതെന്താ കാര്യം? ജയിപ്പിച്ച് ജോലി പൂർത്തിയാക്കിയില്ല. അതെന്താ? ഞാൻ എന്റെ മക്കളെ IAS-കാരാക്കിയല്ലോ, അങ്ങേ വലിയ പുള്ളികളാക്കിയല്ലോ. പറയും, കാര്യമൊക്കെ ശരിയാ, കാര്യമൊക്കെ ശരിയാ. മക്കളെ ദൈവമക്കളാക്കി വളർത്തുവാൻ എന്തെങ്കിലും ചെയ്തതായിട്ട് കാണുന്നില്ലല്ലോ. കേട്ടോമ്മേ, മനസ്സിലായോ? മറ്റു പറയും, 10 പ്രസവിച്ചത്, നൊന്താ പ്രസവിച്ചത്. ശരിയല്ലേ? ശരിയാ, വേണ്ടതുവാ. കഷ്ടപ്പെട്ടാ വളർത്തിയത്, പൊറോട്ട ഉണ്ടാക്കി കൈയൊക്കെ തളർന്നതാ. എന്നിട്ട് ഞാൻ പള്ളി വന്നിരിക്കുമായിരുന്നു. ശരിയാ. അടുത്ത ചോദ്യം, അമ്മച്ചി അച്ചായ ദൈവമക്കളെ വളർത്തിയെടുക്കുവാൻ എന്ത് ചെയ്തു? ദൈവമക്കളെ വളർത്തിയെടുക്കാൻ കേട്ടോ. ഞാൻ അവനോട് പറയാമല്ലോ, പോടാ പള്ളിയിൽ നിന്ന് പറയുമായിരുന്നു. എടാ ബൈബിൾ വായില്ലാന്ന് പറയുമായിരുന്നു. നീ വായിക്കുമായിരുന്നു? ഞാൻ വായിക്കത്തൊന്നുമില്ല. നീ ഞായറാഴ്ച പള്ളിയിൽ പോയി, ഞാൻ ഞായറാഴ്ച റബ്ബർ വെട്ടാൻ പോകുമായിരുന്നു. ഒരപ്പനൊരിക്കൽ എന്നോട് വെച്ചും പറഞ്ഞു, എന്റെ പിള്ളേരെ ഞാൻ 14 വയസ്സുവരെ പള്ളിയുടെ ഒമാര് പള്ളിയിൽ പോകും, വേദവാർത്തകളൊന്നും ഇപ്പൊ പോവുകയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ സിനിമയ്ക്ക് അവരോടെങ്കിലും പോകും. ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്നാ പണി? എനിക്ക് റബ്ബർ വെട്ട. ഞായറാഴ്ച റബ്ബർ വെട്ടുവോ? ഞായറാഴ്ച റബ്ബർ വെട്ടണ്ടേ? ഞായറാഴ്ച റബ്ബറും വെട്ടും, പള്ളിയിൽ പോകത്തുമില്ല, അല്ലെ സിനിമയ്ക്കും പോകും. സർവ്വ പരിപാടിയും വെച്ചിരിക്കുന്ന ഞായറാഴ്ചയാ. പിള്ളേരിത് കണ്ടുകൊണ്ടിരിക്കുക. 14 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അവന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. മാതാപിതാക്കന്മാരെ ദൈവമക്കളെ വളർത്തിയെടുക്കണമെങ്കിൽ നിയമാവർത്തനം 6:4 പറയുന്നത് കേട്ടു. പിന്നെ പിള്ളേരെ ഓർത്ത് കരയേണ്ട കാര്യമില്ല. 2 പഞ്ചി ചവിട്ടുന്ന അപ്പന്മാരും അമ്മമാരും ഉണ്ട്. അതായത് പകുതി ദൈവത്തിനും പകുതി ലോകാര്യത്തിനും. പിള്ളേർക്കറിയാം എന്റെ അപ്പൻ 1-ാം സ്ഥാനം മറ്റേതിനാ കൊടുത്തിരിക്കുന്നത്. അത് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കടന്നു വന്നാൽ അവരുടെ വിശ്വാസം നഷ്ടപ്പെടും. ചെറുപ്പക്കാർ പുറയിലൊക്കെ ഇരിക്കുന്നത് അവരെ കുറ്റമൊന്നും പറയണ്ട, നിങ്ങളെ തന്നെ കുറ്റം പറയിച്ചാൽ മതി. എന്നെ നിങ്ങൾ പ്രൈസലോ ക്ഷമിക്കണം കേട്ടോ. ക്ഷമിച്ചോ, നമ്മളിങ്ങനൊരുത്തനായിപ്പോയി കേട്ടോ, ക്ഷമിക്കണേ. അടുത്തത് 6:4. ഇസ്രായേലേ കേൾക്കുക, ദൈവജനമേ കേൾക്കുക, മാതാപിതാക്കന്മാരെ കേൾക്കുക. നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. അടുത്ത് പറയാമെന്നറിയാവോ? മക്കളെ ദൈവമക്കളാക്കി വളർത്തണമെന്ന്. പക്ഷെ ആദ്യം പറഞ്ഞ് എന്താ വെച്ചത്? നമുക്കൊരു കർത്താവേ ഉണ്ടാകാവൂ. അതിന്റെ അർത്ഥം എന്താ? മാതാപിതാക്കന്മാരെ നമ്മുടെ ജീവിതം കൊണ്ട് എല്ലാത്തിനേക്കാളുപരിയായി കർത്താവിനെ സ്നേഹിക്കുന്നുവെന്നും കർത്താവാണ് എല്ലാത്തിനെയും ദാതാവെന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു. ഉത്തരവാദിത്വം അപ്പനും അമ്മയുമാണ്. പ്രൈസലോ. അപ്പന് വീട്ടിൽ പ്രാർത്ഥനയിൽ ഒന്നുമില്ല. സന്ധ്യ നേരത്തെ ഞങ്ങളുടെ നാട്ടിലെ കാര്യം കേട്ടോ, മുറുക്കാങ്കടയുടെ വാതിക്കൽ ലെക്ചർ പഠിച്ചിരിക്കും, റേഡിയോയും കേട്ടോണ്ട്. എന്നാ ഉണ്ടടാ, EMS എന്നാ പറഞ്ഞു, കർണാടൻ എന്നാ പറഞ്ഞു, എക്കെയാണ്ടിനെ കടിവെക്കുന്നുണ്ടോ, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. സന്ധ്യക്ക് വീട്ടിൽ കുരിശരയില്ല. നമ്മുടെ അപ്പൻ എന്ത് ചെയ്യേ? കുഞ്ഞുങ്ങൾ ഉറക്കം തൂങ്ങാൻ തുടങ്ങും. പ്രൈസലോ. അല്ലെ അപ്പൻ പേട്ട ഷാപ്പിലാ, കാണാശില്ല പേട്ട ഷാപ്പ് കേട്ടോ, കാര്യം പറഞ്ഞേ, ഷാപ്പിലാ അണ്ടുകുപ്പി അടിച്ചേച്ച് ഇങ്ങനെ ഇരിക്കുക. കുഞ്ഞുങ്ങൾ നന്നാകത്തില്ല. ഇസ്രായേലേ കേൾക്കുക, മാതാപിതാക്കന്മാരെ കേൾക്കുക. നമ്മുടെ കുഞ്ഞുങ്ങള് ദൈവമക്കളായി വളർത്തുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തില് ദേശീയ കർത്താവിന് 1-ാം സ്ഥാനം കൊടുക്കുന്നെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകണം. പ്രൈസ് ദി ലോർഡ്. ഇനി പറയട്ടെ, സിസ്റ്റർമാർ സ്കൂളിൽ പഠിപ്പിക്കുകയല്ലേ, കേട്ടോണോ? ഇവർക്ക് മനസ്സിലാവും. സിസ്റ്റർമാരുടെ കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകതയുണ്ട്. അച്ഛന്മാരെ സിസ്റ്റർമാരുടെ കാര്യം പറയാൻ പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഗുണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സിസ്റ്റർമാർ സ്കൂളിൽ പഠിപ്പിക്കുക. സ്കൂളിൽ പഠിപ്പിക്കുന്ന സിസ്റ്റർമാരിൽ യേശുക്രിസ്തുവിന്റെ ചൈതന്യം 100% കാണാൻ ഈ കുഞ്ഞുങ്ങൾക്ക് സാധിച്ചാൽ
അവിടുത്തെ കൂടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് സാധിച്ചാൽ അവർ വിശ്വാസികളായിട്ട് മാറും. മറിച്ച് സിസ്റ്റർമാരും കള്ളം പറയും, സിസ്റ്റർമാരും വേഷം കെട്ടുണ്ട്. വിശ്വാസം പോയോ? അപ്പോൾ ദൈവജനമേ പറയട്ടെ, ഇത് തന്നെയാണ് നമ്മുടെ കുടുംബത്തിലും. എന്ത്? സന്ധ്യാനേരത്തെ പ്രാർത്ഥനകള്, ബൈബിള് വായനകള്, സാബത്താചരണം. ഞായറാഴ്ച ഞാൻ ജോലി ചെയ്യത്തില്ല, കർത്താവിന്റെ ദിനമാണ്, പള്ളി ദിനമാണ്, ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കുക. ബൈബിള് പറയുന്നത് അങ്ങനെ മാറ്റിവെക്കുന്നവർക്ക് അത് കർത്താവ് കൊടുക്കും. പടിഞ്ഞൂട്ടിൽ എങ്ങനെയെന്ന് അറിയാവോ? അതായത് കർത്താവ് പറഞ്ഞത്, നിങ്ങള് 6 ദിവസം ജോലി ചെയ്തു, 7-ാം ദിവസം സാബത്ത് ആചരിക്കണം. ആചരിക്കുന്ന ദിവസം നിങ്ങളുടെ ഉപജീവനത്തിനുള്ളത് ഭൂമി തന്നുകൊള്ളുവന്ന. പ്രൈസലോ, തന്നോളും. വെട്ടാത്തമൊക്കെ തമ്പരാൻ തന്നോളും. പിറ്റേ ദിവസം 4 ദിവസമൊക്കെ ആയിട്ട്. ഇല്ലെങ്കിൽ മഴ മാറ്റിത്തരും, ഇല്ലെങ്കിൽ വെയിൽ മാറ്റിത്തരും, കാലാവസ്ഥ അനുകൂലമാക്കും. അവസാനം വരുമ്പോ എല്ലാം ഭംഗിയായിരിക്കും. പ്രൈസലോ. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ഒരേ ഒരു കർത്താവാണെന്നും ആ കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നുവെന്നും നമ്മുടെ ജീവിതം വഴി തെളിയിക്കാമെങ്കിൽ ദൈവജനമേ, ഈ ഇടവകയിൽ വിശുദ്ധരായ കുഞ്ഞുങ്ങളെ ജനിച്ച് ലോകത്തെ സുവിശേഷീകരിക്കുന്ന കൃപയുള്ള പിള്ളേരോട് വളർന്നു വരും. വീണ്ടും പറയുന്നു, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. എന്നിട്ട് പറയുന്നു, ഞാൻ ഇന്നു കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ദൈവത്തിന്റെ വചനം പഠിച്ച് അത് ഹൃദയത്തിൽ എഴുതണം. എന്തിന്? കുഞ്ഞുങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ. പ്രൈസലോ. എന്നിട്ട് ജാഗരൂകതയോട് അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. അവസാന നാളിൽ കുഞ്ഞുങ്ങളെ ദൈവമക്കളാക്കി മാറ്റാൻ വേണ്ടി നമുക്കറിയാമല്ലോ, ശിഷ്യന്മാരെ യേശു ക്രിസ്തുവോട് പറഞ്ഞു, ഗുരു, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. എന്താ? പ്രാർത്ഥിക്കുന്ന യേശുവിനെ കണ്ടിട്ട് പ്രാർത്ഥനയിലാണ് എല്ലാം ഇരിക്കുന്നത് മനസ്സിലാക്കിയ ശിഷ്യന്മാരെ ഞങ്ങളെയും അത് പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം, യാത്രയ്ക്ക് പോകാൻ പോകുന്നു, അല്ലെ അവിടെ പോകാൻ പോകുന്നു, അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നു. അപകടം വരാതെ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ, രോഗം മാറിപ്പോകണമെങ്കിൽ, ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ ഞാനും നിങ്ങളും ദൈവത്തിലാണ് ആശ്രയിക്കുന്നതെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബോധ്യം വരട്ടെ. അവരെ തട്ടിയെടുക്കുവാൻ ഒരു നിരീശ്വരന്മാർക്ക് പിന്നീട് സാധ്യമല്ല. പ്രൈസലോ. കൈയുയർത്തുക, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വേഗം വരേണമേ. കർത്താവേ, വേഗം വരേണമേ. നാഥ, ഞങ്ങളുടെ കുടുംബജീവിതത്തെ നവീകരിക്കുവാൻ വേഗം വരേണമേ, വേഗം വരേണമേ. യേശുവേ, യേശുവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തെ നവീകരിക്കുവാൻ വേഗം വരേണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവസാനമായിട്ട് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം ഇത്രയും കണ്ടല്ലോ. മക്കള് മാതാപിതാക്കളോട് എങ്ങനെയായിരിക്കണം എന്നുകൂടി കണ്ട് ഈ സെക്ഷൻ നമുക്ക് അവസാനിപ്പിക്കാം. അതിനുവേണ്ടി വായിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം. കേട്ടുകൊള്ളുക. അപ്പന്മാരും പോവല്ലേ. മക്കളല്ലാതെ ജനിച്ച് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒരു കാര്യം പറഞ്ഞോട്ടെ, അച്ചാനും അമ്മച്ചിമാരും ചിന്തിച്ചോണം. ഈ വചനം പറയുമ്പം തങ്ങളുടെ മക്കളെക്കുറിച്ച് ചിന്തിക്കല്ലേ, പിന്നെന്ത് ചെയ്യിക്കണം? തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കുക. എങ്ങനെയായിരുന്നു എന്റെ അപ്പനും അമ്മയും ജീവിച്ചിരുന്നപ്പോൾ ഞാൻ പെരുമാറിയിരുന്നത് എന്ന് മാത്രം ചിന്തിക്കുക. 3:2 മക്കള് അപ്പനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. മക്കള് അപ്പനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആരാണെങ്കിലും അപ്പനെ വഴിക്ക് വെച്ച് കണ്ടാൽ, ഏത് മാർക്കറ്റിൽ വെച്ചാണെങ്കിലും ഏത് സ്ഥലത്ത് വെച്ചാണെങ്കിലും എഴുന്നേറ്റോ മടക്കുത്തഴിച്ചിട്ടോ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പന്റെയും അമ്മയുടെയും കണ്ണുനീര് കുടുംബത്തിന്റെ അടിത്തറ ഇളക്കും.
ഒരു ധ്യാനത്തിൽ ചെറുപ്പക്കാരൻ ഇതുപോലെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ, നിന്റെ അപ്പൻ കള്ളുകുടിയനായിരിക്കും, പക്ഷേ ദൈവ നിയമമനുസരിച്ച് നിന്റെ തന്തയാ. നീ അവന്റെ അടുത്ത് ചെന്ന് അപ്പന്റെ കാലിൽ തൊട്ട് കരഞ്ഞ് അനുഗ്രഹം വാങ്ങിക്കുന്നില്ലെങ്കിൽ നീ എത്ര വലിയവനാണെങ്കിലും തകർന്നരിപ്പണമായിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ വായിച്ചത് മക്കളെ അപ്പനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കും. ഒരിക്കല് ഒരു ഉയർന്ന ബാങ്കിലെ ഒരു മാനേജർ എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുക. എന്നോട് പറയുക, ബ്രദറെ, എന്റെ അമ്മയെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. എന്താ സാറ് പറഞ്ഞത്? ചെറുപ്പം മുതലേ അമ്മയുടെ മൊറാലിറ്റിയിൽ അവന് സംശയം തോന്നി. അമ്മമാരെ, അപ്പന്മാരെ, നമ്മളെക്കുറിച്ച്, നമ്മുടെ ജഡിക ചിന്ത നോട്ടത്തെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അഭിപ്രായ വ്യത്യാസം ജനിപ്പിച്ചാൽ അവർ നമ്മളെ വെറുക്കുവാനിടയാകും. അമ്മയുടെ മൊറാലിറ്റിയിൽ സംശയം തോന്നി ഈ ബാങ്ക് മാനേജർ എന്നോട് പറഞ്ഞു, എന്റെ അമ്മയെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. അമ്മമാരെ, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നത് ചാരിത്രശുദ്ധിയുള്ള, മറ്റ് ലൈംഗിക ജഡിക പാപത്തിന് പോകാത്ത ഒരമ്മയെയാണ്. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദാമ്പത്യ ബന്ധവും നിങ്ങളുടെ ജീവിതവും തലമുറയും നിങ്ങളെ സ്നേഹിക്കാൻ സാധിക്കാത്ത രീതിയിൽ കുഞ്ഞുങ്ങളുടെ മനസ്സും തകർന്നു പോകും. അതുപോലെ ഒരുത്തി വഴിക്കൂടെ പോവുക, അപ്പൻ ഇങ്ങനെ വായു കൊടുത്ത് നോക്കി നിൽക്കുക. നാളെ അവനും നോക്കാൻ തുടങ്ങും. തലമുറകൾ നശിക്കുന്നത് ഇങ്ങനെയാ. അതുകൊണ്ട് മാതാപിതാക്കന്മാരെ, ദൈവം തന്ന ദാമ്പത്യ വിശുദ്ധി മാത്രം പാലിച്ചുകൊണ്ട്, ലൈംഗികം ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധരായി ജീവിക്കുന്നില്ലെങ്കിൽ ലോകത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ പാപം പെരുകും. പറയട്ടെ, പ്രവാചകനായ ദാവീദ് രാജാവ് ഉറിയായുടെ ഭാര്യയെ വ്യഭിചാരിച്ച് നമുക്കറിയാമല്ലോ. എന്തുപറ്റി? അവന്റെ മകളെ അവന്റെ മകൻ വ്യഭിചാരം ചെയ്തു. ഉത്തരിപ്പ് കട ഓർമ്മയിരിക്കട്ടെ. ചെറുപ്പക്കാരെ, ഇന്ന് അന്യ സ്ത്രീകളെ നാം പാപത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ദൈവം തരുന്ന ഭാര്യ ആരായിരിക്കുമെന്ന് ലോകത്തിനും അറിയാൻ, ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. തന്നില്ലായിരിക്കാം. നമ്മുടെ പെൺമക്കള് അതിന് പരിഹാരം ചെയ്യേണ്ടി വരും. ചോദിക്കട്ടെ, നിങ്ങളുടെ പെങ്ങന്മാരെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നമുക്കിഷ്ടമാണോ? എങ്കിൽ അന്യന്റെ പെങ്ങന്മാരെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കല്ലേ? സഹോദരിമാരെ, മരിക്കേണ്ടി വന്നാലും വഴിയെ പോകുന്നതിനെ ചിരിച്ചു കാണിച്ച് വീട്ടിൽ കയറ്റല്ലേ? മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവം ജനിച്ചിരിക്കുന്നില്ലെങ്കിൽ പാപത്തിൽ വീഴും. മരിക്കേണ്ടി വന്നാലും പാപം ചെയ്യരുത്, പാപം ചെയ്യരുത്. ഒരു ഭാര്യയ്ക്ക് തന്റെ ശരീരത്തെ മറ്റൊരുത്തിനെ കൂടെ തൊടിയിക്കാൻ പോലും അവകാശമില്ല. അവൻ ലൈംഗികമായി സംസാരിച്ചു വരുന്നവനാണെങ്കിൽ അവന്റെ ആ സംസാരത്തിൽ അവൻ കുലീനാണെങ്കിൽ ആരാണെങ്കിലും അവനെ സന്തോഷിപ്പിക്കുന്നത് വ്യഭിചാരിയുടെ ലക്ഷണമാണ്. അതുകൊണ്ട് ദൈവത്തിനും മനുഷ്യർക്കും ഒപ്പിച്ച് പല ഭർത്താക്കന്മാരും മദ്യപിക്കുന്നതിന്റെ കാരണം, തോന്നിവാസം ജീവിക്കുന്നതിന്റെ കാരണം എനിക്കറിയാം. ഇവിടുത്തെ കാര്യമല്ല. അതായത് അവിടെ ഉള്ളിന്റെ ഉള്ളിൽ ഭാര്യമാരെക്കുറിച്ച് ദുരഭിപ്രായം ജനിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ തലമുറ ഉത്തരിപ്പ് കടത്തിന് പാരമ്പര്യമായിട്ട് പാപത്തിൽ വീഴാതിരിക്കുവാൻ, രക്ഷിക്കുവാൻ കർത്താവിനോട് ആവശ്യപ്പെടുക. അപ്പനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. കുടുംബത്തിലെ കുഞ്ഞുങ്ങള് വൈരാഗ്യത്തിന്റെ മക്കളായി മാറും. അതിന്റെ ഫലം നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് എല്ലാം ക്ഷമിച്ച്, പ്രാർത്ഥിച്ച്, വേദനിപ്പിക്കുന്നവരെ അനുഗ്രഹിച്ച് ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് തീരുമാനിക്കാം. കുടുംബജീവിതത്തിന്റെ മാതൃകയായ പരിശുദ്ധ കന്യകയെ ദൈവത്തിന്റെ ഹിതം സ്വീകരിക്കുകയും ജോസഫിന് വിധേയപ്പെട്ട് ജീവിക്കുകയും ക്രിസ്തുവിനെ വളർത്തിയെടുക്കുകയും ചെയ്യുന്ന പരിശുദ്ധ കന്യകയെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, വികാരിച്ചിന് വേണ്ടിയും സിസ്റ്റേഴ്സിന് വേണ്ടിയും എന്നും പ്രാർത്ഥിക്കാൻ തീരുമാനിക്കൂ. എല്ലാ കുർബാനയിലും രൂപതയിലെ എല്ലാ വൈദികർക്ക് വേണ്ടി, പ്രത്യേകിച്ച് വികാരിച്ചിന് വേണ്ടിയും സിസ്റ്റേഴ്സിന് വേണ്ടിയും